ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇന്ന് ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കാശ്മീരിലെ ചെനാബ് പാലമാണ്. എന്താണ് സാർ ഈ ചെനാബ് പാലത്തിൻ്റെ പ്രത്യേകതകൾ? അതെ, അതിനു മുമ്പ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? കശ്മീരിലാണ്. കശ്മീരാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട്, ഒരു മാസത്തിന് മുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ലോകമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ 22 മുതൽ ലോകത്ത് മുഴുവൻ നമ്മുടെ സംഘാംഗങ്ങൾ ഇങ്ങനെ നമ്മൾ എടുത്ത ധീരമായ നിലപാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യയുടെ നിലപാടിനെയും ഇന്ത്യ എടുത്ത നടപടിയെയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കശ്മീരിൽ ഒരു വലിയ പാലം, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം, അതെ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിലെ ഒരു മഹാത്ഭുതം ഇന്ന് അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാജ്യത്തെ കാശ്മീരിനെ നരേന്ദ്രമോദി തൊലച്ചു എന്നൊക്കെയല്ലേ കരുതിയിരുന്നത്. അങ്ങനെയായിരുന്നു പ്രചാരണം. ഇതിപ്പം ഒരു മാസം പിന്നിട്ടപ്പോഴത്തേക്ക് കണ്ടോ, വലിയൊരു പാലം, ഉയരം കൂടിയ റെയിൽവേ കമാന പാലം അവിടെ തുറക്കുന്നു. 359 മീറ്ററാണ് അതിൻ്റെ ഉയരം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, 1947 ഈ വിഭജന കാലത്ത് നമ്മളെക്കാളൊക്കെ ഉയരങ്ങളിലായിരുന്നു പാകിസ്ഥാൻ നിന്നിരുന്നത്. അവർക്ക് നല്ല സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്നു. കാരണം ജനസംഖ്യ കുറവായിരുന്നു, ധാരാളം പ്രകൃതി വസ്തുക്കളും ഒക്കെ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ പാകിസ്ഥാൻ ഇന്നിപ്പോൾ എവിടെ? ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ദരിദ്ര രാജ്യങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു. നമ്മൾ ഈ കാശ്മീരിന് വേണ്ടിയാണല്ലോ അവർ നമ്മളുടെ മേൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഭീഷണിയും അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ളവരെ കൊല്ലുന്നു, മതം നോക്കി കൊല്ലുന്നു. അപ്പം നമ്മൾ ഇവിടെ ഈ വളരെ ഒരു മാസം പിന്നിട്ടപ്പോഴത്തേക്കും അവിടെ വീണ്ടും ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ്. ഏറ്റവും ഉയരമുള്ള 16ാമത്തെ പാലങ്ങളിൽ ഒന്നാണ് ഈ ചെനാബ് പാലം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ. അപ്പോൾ ഏകദേശം 1178 അടിയാണ്. പിന്നെ നീളം വന്നിട്ട് 1315 മീറ്റർ, അതായത് 1 കിലോമീറ്റർ കൂടുതൽ നീളമുണ്ട്. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കും. അതെ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 16ാമത്തെ പാലം, നീളം കൂടിയതിൽ 11ാമത്തെ കമാന പാലം, ബ്രോഡ്ഗേജ് റെയിൽവേ ശൃംഖലയിൽ ഏറ്റവും നീളം കൂടിയ പാലം. നിർമ്മാണ ചെലവ് 14,000 കോടി രൂപ, 120 വർഷത്തെ ആയുസ്, അതിശക്തമായ താപനിലയും ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ. ഇന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വന്ദേ ഭാരത് അതിൽ കൂടി പോകും. അപ്പോൾ നോക്കണം, ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമായ ഉദ്ഘാടനവും പിന്നെ അതിനോടനുബന്ധിച്ച് 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും നരേന്ദ്രമോദി നിർവഹിക്കുമെന്നുള്ളതാണ്. അത് ശരി, 46,000 കോടിയിലധികം. അപ്പോൾ നോക്കണം, ഈ ടൂറിസ്റ്റുകളെ മുഴുവൻ ഒന്ന് ഉൾവലിഞ്ഞ് നിന്നതാണ്. അതെ, ഈ പഹൽഗാമിലെ പ്രശ്നത്തിലൂടെ നമ്മൾ മാത്രമല്ല, നമ്മളാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പോകാൻ മടിക്കും. അതെ, ജീവനിൽ പേടിയുള്ള മനുഷ്യരെല്ലാവരും പോകാൻ. പക്ഷേ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അതിലേക്കങ്ങ് നമ്മളെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞു. ലോകം മുഴുവൻ ഒന്ന് പിന്മാറിക്കളഞ്ഞു. കശ്മീർ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഭീകരാക്രമണമാണ്, നമുക്ക് ജീവൻ പോലും പോയാൽ തിരികെ കിട്ടില്ല എന്നുള്ള ഒരു ഭീതി ഇവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആ ഭീതി ഉണ്ടാക്കലായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യവും. കാരണം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായിട്ട് വന്ന അവസരത്തിലാണ് ഈ വിഷയം നടന്നത്. നരേന്ദ്രമോദി സൗദിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലുമായിരുന്നു. അപ്പോൾ ലോകശ്രദ്ധ
പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ അത്തരത്തിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അപ്പോൾ കശ്മീരിനെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം, രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ മുഴുവൻ പറയണ്ട, തരൂരും അതുപോലെ തന്നെ ചിലരൊക്കെ സൽമാൻ ഖുർഷിദും ഒക്കെ നമ്മുടെ രാജ്യമെടുത്ത നിലപാടും എടുത്ത ആ പ്രതിരോധ ശക്തിയെയും ഒക്കെ വിദേശങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീറോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്, അമേരിക്കയിൽ നിന്ന് ട്രംപ് വിളിച്ചു നരേന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് എത്ര പുച്ഛമായിട്ടുള്ള വർത്തമാനമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ വികസനം എന്ന് പറയുന്നത്. ഈ ചെനാബ് പാലം ഇത് ശരിക്കും എന്നാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്? ഇത് എത്ര കാലം എടുത്തു എന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ശരിക്കും പലയിടങ്ങളിൽ നിന്നും. ഏതാണ്ട് ഇത് പിന്നെ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചു. അവരുടെ കാലത്ത് ആരംഭിച്ചിട്ടില്ല, അനുമതി കൊടുത്തു. പക്ഷെ അത് ഇഴഞ്ഞു പോവുകയാണ് ചെയ്തത്. മോദി സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 2017 ശരിക്കും പദ്ധതിക്ക് ജീവൻ വെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ കാരണം ആലോചിക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് 359 മീറ്ററാണ്, ഏകദേശം 1178 അടി ഉയരത്തിലാണ്. അപ്പൊ ഈ നിർമ്മാണം തീർക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഏറെയും അത് USBRL പദ്ധതിയും ആണ് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നത് ഇന്ന് മോദി. ഇത് ശരിക്കും ഈ ചെനാബ് പാലത്തിന് ഏതാണ്ട് 1500 കോടി രൂപ ചെലവാക്കി, 14,000 കോടി ഇതിനു വേണ്ടി 1486 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് വിവരം. അതെ. പിന്നെ അതുപോലെ തന്നെ സാറേ വലിയ തോതിൽ ഈ ഉരുക്ക് 2,86,60,000 കിലോ ഉരുക്ക് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ പാലം നിർമ്മിക്കാനായി. ഇതിന്റെ പാലത്തിന്റെ ഒരു പ്രത്യേകതയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുൾ റെയിൽ ലിങ്കിന്റെ ഭാഗമാണ് ഈ ചെനാബ് പാലം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാലം കൂടി വരുമ്പോൾ അതിനകത്ത് വലിയ വിദേശികളടക്കമുള്ള ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ഇത് പാകിസ്ഥാനെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ഏത് നിലയിൽ നിന്നിരുന്ന രാഷ്ട്രമായിരുന്നു അല്ലേ? അന്ന് ഇന്ത്യ പിന്നിലായിരുന്നു. ഇന്ത്യയുടെ വലിയൊരു കഠിനാധ്വാനം കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ പ്രകടമാകാൻ തുടങ്ങിയത്, ലോകത്തിന് പ്രകടമാകാൻ തുടങ്ങിയത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇത്തരത്തിലുള്ള വികസനവും കുതിപ്പും എടുത്തു കാണിക്കാവുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ചെനാബ് പാലവും. മാത്രമല്ല ഈ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം വലിയ തോതിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ സംസ്ഥാന സർക്കാരിനും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒമർ അബ്ദുള്ള 2 കൈയും നീട്ടിയാണ് ഈ വികസന പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചെനാബ് പാലം കൂടി വരുന്നതോടുകൂടി വിനോദസഞ്ചാരത്തിന് വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സുരക്ഷാ കാര്യങ്ങളിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. കാശ്മീർ പോലീസിനെ അവർ കൂടുതൽ ആധുനികവൽക്കരിക്കുകയും ഈ ഏത് വിധത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമായൊരു സേനയെ അവിടെ വാർത്തെടുക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെ ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.